ഇന്നലെ ഇവിടെ മുഴുവൻ കനത്ത മഴയാണ് പെയ്തത്. ഈ തീം പാർക്ക് കണ്ടോ? ഹണിയാണ് ഡിസൈൻ ചെയ്തത്. അടികൈ. എന്റെ സുഹൃത്തുക്കളെ, ഹിമാലയം എന്ന പേരിലുണ്ടൊരു പർവ്വതം. നിങ്ങൾക്ക് എല്ലാവർക്കും വെറൈറ്റി റൈഡിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഈ വെറൈറ്റി റൈഡിലേക്ക് സ്വാഗതം ചെയ്തതിന് നന്ദി. ഈ നല്ലൊരു ദിവസത്തെ കുറിച്ച് താങ്കൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? അയ്യോ ഇല്ലില്ല ഇല്ലില്ല. എന്തെങ്കിലും ഒന്ന് പറയേ. ഇനി ഞാനായിട്ട് എന്തിനാ എന്നെ പുകഴ്ത്തി പറയുന്നേ? അതങ്ങ് വിട്ടുകളയുന്നേ. ശരി, വിട്ടേക്ക്, ഒന്നും പറയണ്ട. അതായത് അത് പിന്നെ ഞാൻ നോക്കൂ, ഞാനൊരു മഹാനും ഹാൻഡ്സം ആയിട്ടുള്ള കലാകാരനുമാണ്. ഈ പാർക്ക് ഞാൻ ആത്മാവും സ്നേഹവും പ്രതീക്ഷയും ചേർത്താണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കൊള്ളാം ചേട്ടാ, നിങ്ങളുടെ ചിന്തകൾ വളരെ വലുതാണ്. എന്താ മനസ്സിലായോ? അല്ല, ഇത് മൂന്നും ഞങ്ങളുടെ വർക്കേഴ്സിന്റെ പേരാണ്. ആത്മേഷ് കുമാർ, സ്നേഹാനന്ദ്, പിന്നെ പ്രതീഷ്. ഹണിയുടെ തീം പാർക്ക് പൂർത്തിയാക്കിയത് ഇവരാണ്. ഞാനൊരു പാർക്ക് ഇൻസ്പെക്ടർ ആയതുകൊണ്ട് പറയുകയാണ്, ഇതൊന്നും അത്ര വലിയ കാര്യമൊന്നുമല്ല. ഇതുപോലുള്ള റൈഡുകളൊക്കെ ഞങ്ങളുടെ നാട്ടിലുണ്ട്. ഞങ്ങളുടെ ഈ പാർക്ക് പോലെ ആയിരിക്കില്ല അത്. ഹണി ഈ പാർക്ക് വളരെ അഡ്വഞ്ചർ ആയിട്ടാണ് ചെയ്തുണ്ടാക്കിയിരിക്കുന്നത്. എല്ലാവരുടെയും സുഹൃത്താ, ഇവിടുത്തെ റൈഡുകൾ കയറാനായിട്ട് ഞാൻ വല്ലാത്ത എക്സൈറ്റഡ് ആണ്. വേഗം വാ. മിസ്സായി പോയി. നിങ്ങൾ എന്റെ ഈ മേരി ഗോ റൗണ്ട് എങ്ങനെയുണ്ടെന്നൊന്ന് നോക്കിയേ. മേരി ഗോ റൗണ്ട് ഞങ്ങളുടെ നഗരത്തിലും വച്ചിട്ടുണ്ട്. ഇതിൽ ഇത്ര വലിയ കാര്യം എന്തിരിക്കുന്നു? അത് ശരി, ഇവരെല്ലാരും എക്സൈറ്റ്മെന്റ് കൊണ്ട് വിളിച്ചു പോവാന്നാ തോന്നുന്നേ. അഡ്വഞ്ചർ കുറച്ചും കൂടി കൂട്ടിയേക്കാം. വീണ്ടും മിസ്സായി പോയി. അയ്യോ അയ്യോ, ഇതെന്തായാലും കലക്ക് ചേട്ടാ. ഒരു ടിക്കറ്റിന്റെ പൈസ കൊണ്ട് 4 റൈഡിന്റെ സുഖം കിട്ടി. അയ്യോ, റൈഡ് നിന്നു, രക്ഷപ്പെട്ടു. നിങ്ങളുടെ നാട്ടിൽ ഇതുപോലെ സംഭവിക്കാറില്ലല്ലോ. ഇവിടെ ഞാൻ തോറ്റുപോയി. ഈ മാരിഡ് റൗണ്ട് വളരെ വ്യത്യസ്തവും അഡ്വഞ്ചറും ആയിരുന്നു. വരൂ, നമുക്ക് ആ വലിയ ജോയിന്റ് വീലിൽ കയറിയിട്ട് വരാം. വരൂ. അയ്യോ, ചെറിയ റൈഡിൽ ജെറ്റ് എഞ്ചിനാ വെച്ചത്. ഇനി ആ ജയന്റ് വീലിൽ ഇവൻ എന്താണോ വെച്ചിരിക്കുന്നത്? ഫോളോ മീ. ജെയിൻ വീലോ, ഇതൊക്കെ നമ്മുടെ നാട്ടിലും വച്ചിട്ടുണ്ട്. ഇതിലൊക്കെ വലിയ കാര്യം എന്താ ഉള്ളത്? സിംഹം.
സിംഹത്തെ കുറിച്ചൊരു കവിത പറയാം. അയ്യോ വേണ്ടേ, മൂടോ പോക്കുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. ഇത് ശരിക്കുമുള്ള സിംഹമാണ്. തൊട്ടടുത്തേക്ക് നോക്ക്. ഹണിമൂൺ നിങ്ങളെയല്ല എന്റർടൈൻമെന്റ് ചെയ്യിപ്പിക്കണം പറഞ്ഞ് വിളിപ്പിച്ചതാണ്. വരൂ, ഇതൊരു അഡ്വഞ്ചർ റൈഡ് ആയിരിക്കണമെന്നാണ് ഹണി പറഞ്ഞത്. കിളി പറന്നോ, നിന്റെ കുതിര പറന്നോ? എടോ, കുതിര പറക്കാറില്ല. എടാ, എന്നെ തിരുത്താൻ മാത്രം നിനക്ക് ധൈര്യം ഉണ്ടോടാ? പറക്കാറുണ്ട് ഏട്ടാ, പറക്കാറുണ്ട്. കുതിര പറക്കാറുണ്ട്. എടോ, ഞാൻ സിംഹമാണ്. സിംഹവാലൻ കുരങ്ങല്ല ഇങ്ങനെ ശൂശു വെച്ച് പേടിപ്പിക്കാൻ. ഇവിടെ ഒരു ഡോഗി പോയിട്ട് സിംഹക്കുട്ടിക്ക് പോലും ഞാൻ പിസ കഴിക്കുന്നത് തടയാൻ കഴിയില്ല. അയ്യോ പുലിക്കുട്ടി. എനിക്ക് പൈസ വേണം. കാരണം അതിന്റെ കാരണം എന്തെന്നാൽ എനിക്ക് എന്റെ തലമുടി വെട്ടണം. മുടി ഒരുപാട് വളർന്നിരിക്കുകയാണ്. ഇത് നിങ്ങളുടെ നാട്ടിൽ സംഭവിച്ചു കാണില്ലല്ലോ. എന്റെ അമ്മോ, ഇതുപോലുള്ള കാര്യങ്ങൾ എന്റെ നാട്ടിലെന്നല്ല ഈ ഭൂമിക്കടുത്തുള്ള പ്ലാനറ്റിൽ പോലും സംഭവിച്ചു കാണില്ല. എലിയായ ഞങ്ങൾ ഇതുവരെ സിംഹത്തിന്റെ കൂടെയായിരുന്നു. ഇത്തരം അഡ്വഞ്ചർ സ്വപ്നത്തിലല്ലേ കാണുള്ളൂ. ഞാനാണെങ്കിൽ അടുത്ത റൈഡിന് പോകാനുള്ള എക്സൈറ്റ്മെന്റിലാണ്. മനസ്സിലായോ? എങ്കിൽ ഫോളോ മീ. ഇത്ര അഡ്വഞ്ചേഴ്സ് നീ പാർക്കിൽ ഇട്ടിട്ടുണ്ട്. ഇവിടുന്ന് ആരെങ്കിലും ചെസ് ബോർഡ് വാങ്ങാൻ വന്നാലേ അവർക്കതിലെ കരുക്കൾക്ക് പകരം ഒറിജിനൽ ആനയും കുതിരയൊക്കെ ആയിരിക്കും കിട്ടുന്നത്. റോളർ കോസ്റ്ററിൽ പുതിയ അഡ്വഞ്ചർ ആയിട്ട് നീ എന്താ ചെയ്തത്? എനിക്ക് ഓർമ്മ വരുന്നില്ല. എന്റെ കൂട്ടുകാരെ, അഡ്വഞ്ചറസിന് വേണ്ടി ഹണി റോളർ കോസ്റ്റർ പാർക്കിന്റെ പുറത്തും വച്ചിട്ടുണ്ട്. നോക്കിയേ, കണ്ടില്ലേ? ഉറപ്പായിട്ടും നമുക്ക് റോഡിലൂടെ വണ്ടികളുടെ നടുക്കൂടെ പോവാം. അഡ്വഞ്ചർ കുറച്ചുകൂടെ കൂടും അല്ലേ വല്യളിയാ? എനിക്ക് ഓർമ്മ വന്നു. ഞാൻ അഡ്വഞ്ചർ കുറച്ച് കൂട്ടാൻ വേണ്ടി റോളർ കോസ്റ്ററിന്റെ ട്രെയിൻ ട്രാക്കിന്റെ കണ്ണുകൾ തമ്മിൽ കണക്ട് ചെയ്തിരുന്നു. ഇനി കണ്ടോ? അഥവാ ജനങ്ങൾ ഈ വർഷം മറന്നാലും ഈ ഒരു ദിവസം ഒരു കാരണവശാലും അവർ മറക്കില്ല. ഇന്നലെ ഞാൻ 2 കേക്ക് വാങ്ങിച്ചു. ഞാൻ ഇടിക്കുമെന്ന് കരുതി വെറുതെ പേടിച്ചു.
ഇതാ ഇവിടെ മറ്റൊരു ട്രെയിൻ കൂടെ വന്നുകൊണ്ടിരിക്കുകയാണ്. സമയം എത്രയായി? ആഹാ, 1 മണി കഴിഞ്ഞിട്ട് 15 മിനിറ്റ് ആയി. ഓ നോ, ഇത് ലോക്കൽ വരുന്ന സമയമാണല്ലോ. ദാ വരെയും ചെയ്തു. ഇതിലൊക്കെ ഇത്ര വലിയ കാര്യം എന്താ ഉള്ളത്? വെല്ലുവിളിയ ഇവർക്ക് നിന്റെ അഡ്വഞ്ചർ റൈഡ്സ് എന്തുമാത്രം ഇഷ്ടപ്പെട്ടെന്ന് മനസ്സിലാവുന്നില്ല. ഇവരെന്തിനാണ് ഇങ്ങനെ അടുത്തേക്ക് വരുന്നത്? വൺസ് മോർ, ഇതിനകത്ത് കിട്ടിയ അനുഭവം ഒരിക്കലും മറക്കാൻ കഴിയില്ല. ജീവിതത്തിൽ ഇത്രയും ഉയർച്ചയും താഴ്ചയും കണ്ടിട്ടില്ല. എന്റെ പിള്ളേരെ, പാട്ടിന്റെ താളം പോയാൽ അത് ബോറാണ്. ഈ റൈഡിൽ അഡ്വഞ്ചറസോടെ അഡ്വഞ്ചറസ് ആണ്. അടികൈ. വീണ്ടും മിസ്സായി പോയി.